എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ റിവ്യൂ ആൻഡ് റിയാക്ഷൻ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ പുലിമുരയിലെ കൈമ സ്പേസിലാണ് ഇട്ട് റിയാക്ട് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ KGF പാർട്ട് 2 നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചാനൽ തുടങ്ങി തൊട്ട് ആയി ചെയ്യാന്ന് വെച്ച് വീഡിയോ തുടങ്ങുന്നുണ്ടോ KGF 2ന്റെ റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് എന്തായാലും ഞാനിത് 2 പ്രാവശ്യം മൊത്തം കണ്ടു തീർന്നത്, തിയേറ്റർ തന്നെ 2 പ്രാവശ്യം കണ്ടതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്നുകൂടി കാണാം നമുക്ക്. അപ്പൊ നമുക്ക് തുടക്കം നമുക്ക് ഇതിന്റെ ഇൻട്രോയും റോക്കി ബായുടെ ഇൻട്രോയും ടൈറ്റിൽ കാർഡ് സീനും കൂടിയാണ് നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ. അപ്പൊ എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്തിടാം. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത ചാനൽ. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം KGF ചാപ്റ്റർ 1 സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി വയ്യാണ്ട് ICUലാണ്. അപ്പൊ പുള്ളിക്ക് പകരം പ്രകാശ് രാജ് വന്ന സീനാണ്. അപ്പൊ ഇനി ആ തുടക്കം തന്നെ അവിടെ തൊട്ട് നമുക്ക് കണ്ട് റിയാക്ട് ചെയ്യാം. Due to high BP, there is brain hemorrhage and lot of clots in his brain. Taking his age as consideration, surgery is ruled out. To be very honest, he's got very little time. Let's hope for the best. ഡോക്ടർ, ഇയാൾക്ക് മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? Yeah, his son is there, Vijayendra Ingalagi. Hi. എന്നാ കിടില പണാണല്ലേ ഈ ഓരോ പേരും കിടില്. Sorry about your father. I hope he recovers soon. He was a good man. എന്റെ അച്ഛനെ എങ്ങനെ അറിയാം? അങ്ങയുടെ അച്ഛനൊരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഇന്റർവ്യൂ തന്നു. ഇന്നലെ ആദ്യ പകുതി പറഞ്ഞു. Today he was supposed to finish the story, but I guess it will remain unfinished. മ്യൂസിക് എന്ത് രസല്ലേ. I'm not sure if he was a good man or not. But I'm sure he was not a good father, nor a great husband. ചെറുതായിരുന്നപ്പോൾ എന്നോടൊപ്പം കഴിച്ച ഓർമ്മ എനിക്കില്ല. എന്റെ മാർക്ക് ഷീറ്റ്സ് അയാൾ കണ്ടിട്ടില്ല. ഞാൻ സിഗരറ്റ് വലി തുടങ്ങിയത് അയാൾ അറിഞ്ഞിട്ടേയില്ല. നോട്ട് ദാറ്റ് I care. എന്റെ അമ്മ മരിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണീർ പോലും അയാൾ പൊളിച്ചിട്ടില്ല. ഇൻഫാക്ട് ഞാൻ വീട് വിട്ട് പോയത് പോലും അയാൾ അറിഞ്ഞിട്ടില്ല. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. But all that mattered to him was that story. The story of KGF. The story of Rocky. അത് നേരാണോ കെട്ടുകഥയാണോ എനിക്കറിയില്ല. But he lived for that story and it cannot go unfinished. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ആ കഥയുടെ ബാക്കി പറയാൻ പറ്റുമോ? ഓ, തിയേറ്ററിൽ എന്താ ഓളമുണ്ടല്ലോ. ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് പോയ സിനിമയത്. ഓ, നേരെ പോകുമ്പോ ഒരു ഹനുമാൻ കോവി കാണും സാർ. അവിടെ നിന്ന് 3-4 കിലോമീറ്റർ കഴിഞ്ഞ ഈ സ്ഥലം. 3-4 വർഷം മുമ്പ് വരെ അവിടെ പട്ടാളക്കാർ ആരും അങ്ങോട്ട് കടത്തിവിടില്ലായിരുന്നു. എന്താണെന്നറിയില്ല. അവിടെ എന്തിനാ പോകുന്നേ സാർ? വെറും പൊടിമണ്ണ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ എന്ത് സാമ്രാജ്യം കണ്ടെത്താനാണാവോ? മേസ്ത്രേ, ആ വലിയ പന കണ്ടില്ലേ? അതിന് ചുറ്റും ഒരു 35 അടി കുഴിച്ചു നോക്ക്. ഇവിടെ എന്നാ തേടിട്ടിരിക്ക സാർ? എനിക്കും വലിയ പിടിയില്ല. എന്റെ പൊൻ. ആനന്ദ് സാറ് ലൈബ്രറി ഒന്ന് വൃത്തിയാക്കി വെക്കാൻ പോലും അതോട്ട് കയറിയിട്ടില്ല. അദ്ദേഹം അല്ലാതെ ആദ്യമായി നിങ്ങളാ കയറാൻ പോകുന്നത്. സൂക്ഷിക്കണേ. ബിൽഡപ്പ് തുറക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇന്നിന് വരാൻ പറ്റുമോ? കീട്ടിലും ടൈറ്റിൽ കടന്നു. കീട്ടിലും ടൈറ്റിൽ കടന്നു. ശരി, ഞാൻ പിന്നെ വിളിക്കാം. There must be another copy of the book somewhere. നോക്ക്. You still don't believe all this could be true? It could be the work of a madman. ഇവിടെ ഇത്രയും ജേർണലിസ്റ്റിക് മെറ്റീരിയൽസ്, ഇത്രയും ഫോട്ടോസ് ഉണ്ട്. ബട്ട് ഐ എം ഷുവർ നിങ്ങൾ എത്ര തെരഞ്ഞാലോ എന്റെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും കിട്ടില്ല. എന്റെ മോനെ. And you know what? നിങ്ങൾക്കതിൽ വലിയ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയില്ല. കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ തിരിച്ചു വന്നത്, റൈറ്റ്?
അതൊന്ന് അഴിച്ചു മാറ്റ്, ഞാനൊന്ന് കാണട്ടെ. ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക. ഓ ചിറ്റി പിടിച്ചിരിക്കുന്ന സീനത്. ആകാംക്ഷ. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാം. ഓ എന്നെ സീനാണ്. തിയേറ്ററൊക്കെ ഉണ്ടല്ലോ, ഞാൻ പൊന്നെ പൊളിച്ചടിക്കുന്നു. ഡോറാഡോ ഓ എന്നെ സീനാ. പൊളി സീന്. ഒരു പുള്ളിയുടെ ഇൻട്രോയും തോത്തും രക്ഷിക്കുന്ന സംഭവം. ആർട്ടിക്കിൾ ഇല്ലേ, ആ സർവേ നമ്പറിൽ ഉണ്ടായിരുന്ന ഗ്രാമം പെട്ടെന്ന് ഇല്ലാതായതിനെ കുറിച്ച്? അത് പബ്ലിഷ് ആയില്ലല്ലോ. ഈ പ്രിന്റിംഗ് പ്രസ് വർഷങ്ങളായി ഞാൻ നടത്തുന്നത് ന്യൂസ് അച്ചടിക്കുവാനായിട്ടാണ്. അല്ലാതെ അതിലൊരു ന്യൂസ് ആകാൻ എനിക്ക് താല്പര്യമില്ല. ഈ വിഷയം ആർക്കും അറിയില്ലായിരുന്നു എന്നല്ല, എന്റെ അച്ഛനുണ്ടായിരുന്ന അതേ താല്പര്യം CBIയുടെ ഒരു സ്പെഷ്യൽ വിങ്ങിനും ഉണ്ടായിരുന്നു. പശ്ചിമ തീരദേശത്ത് ഉയർന്ന കലാപങ്ങൾ, ബോംബെ റിഫൈനറികളിലെ irregularities, excessive flow of gold in the black market, distribution trails and hundreds of witnesses. എല്ലാ വിരലുകളും ചൂണ്ടിയത് ഒരേ ദിശയിലേക്കാണ്, KGF. പക്ഷേ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല സർ. Which batch are you, Ramesh? സർ 74 സർ. I am 54. KGF-ൽ നിന്നും സ്വർണം കുഴിച്ചെടുക്കുന്നതിനോളം കഠിനമാണ് അവിടെ കാലങ്ങളായി മറഞ്ഞിരിക്കുന്ന സത്യം നമ്മുടെ പേന കൊണ്ടും പേപ്പർ കൊണ്ടും പുറത്തെത്തിക്കാൻ. But those documents will remain in the locker and nobody can do anything about it. ആ ക്ലോക്ക് കണ്ടില്ലേ, അതിന്റെ സമയം നിലച്ചിട്ട് ഒരുപാട് കാലമായി. അതിന് കീ കൊടുക്കാൻ പോലും ഇവിടെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. മലയാളം ഡബ് നല്ല രസം കേട്ടോ. മലയാളം ഡബ് ആരെന്ത് ചെയ്യാൻ? ഞാൻ പക്ഷെ അന്ന് തിയേറ്റർ തമിഴ് ഉണ്ടായിരുന്നു. കണ്ണടിച്ച് പാടുന്ന കാര്യം എല്ലാവരും മറന്നു എന്തായിരുന്നു. പക്ഷെ അതിന്റെ കഴുത്തിലൊരു മണി കെട്ടാൻ ധൈര്യം ആർക്കും ഇല്ലായിരുന്നു. KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു അങ്ങ് വായിക്കുന്നോ? KGF-ൽ ഗരുഡ മരണപ്പെട്ടു എന്നല്ലാതെ പുറലോകം ഒന്നും അറിഞ്ഞില്ല. അതിനടുത്ത ദിവസം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന പാലിയിൽ രാജേന്ദ്ര ദേശായി, ഗുരുപാണ്ഡ്യൻ, ആൻഡ്രൂസ് ആൻഡ് കമൽ ഗരുഡയുടെ അനിയൻ വിരാട്ടിന്റെ ആരോഹണം നടത്താൻ ഒത്തുകൂടി. തലവരെ ഗരുഡ വിട്ടുപോയല്ലോ. ഗരുഡയുടെ ചിത കൊളുത്തിയൊന്ന് തിട്ടമില്ല. അതിനു മുൻപ് തുടങ്ങി വിരാട്ടിന്റെ തകർപ്പ്. അവന്റെ വരവിന് അവൻ തന്നെ കുട്ടം വിളംബരം. മുമ്പിങ്ങനെ ആയിരുന്നില്ലല്ലോ വിരാട്. ഈ വിരാട്ടിന്റെ തുടക്കം ഇക്കണക്കിനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഈ ഗുരുപാണ്ഡ്യൻ ആനയെ നെറ്റി കാട്ടിച്ച് വീഴ്ത്തി, പിന്നെ ഈ ആടെന്ത് കാണിക്കാനാ? നിങ്ങൾ ആരും ഒട്ടും വിഷമിക്കണ്ട. ഈ നരാച്ചിയെ ആശിച്ചിനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ഓ എന്റെ മോനെ കേട്ടില്ല നിൻട്ര.
ഇത്ര അഹങ്കാരമുണ്ട്. അവനെ ഞാൻ തന്നെ തീർക്കും. ബോംബെ നിന്നൊന്നാണല്ലേ? എന്താ എന്റെ പേര്? റോക്കി. അവനെയും ഒരു തീർക്കളതല്ലേ? അത് മിസ്സായിപ്പോയി മോനെ. ഓ എന്റെ തീരാളായി. ഈ പുള്ളിയുടെ ഹെയറും താടി ഭയങ്കര ഇഷ്ടമായി. ഓ തിയേറ്റർ ഞാൻ കുലിക്കുന്നുണ്ടോ? അവനെ KGF-ലേക്ക് അയച്ചത് ഗരുഡയെ വീഴ്ത്താൻ. എന്നാൽ അവൻ KGF-ൽ എത്തിയത് അടക്കി വാഴാൻ. അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്ത്. ഈ വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊല്ലാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ കൊന്നു. വാനരം ഗാർഡ്സ് തോക്ക് ചൂണ്ടിയപ്പോൾ അതുവരെ തല ഉയർത്താൻ കഴിയാതെ ഭയനജനത റോക്കി മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഗാർഡ്സിന്റെ തല ചവിട്ടി മുന്നേറി. ജനങ്ങൾ റോക്കിയെ സുൽത്താനായി ആരാധിച്ചു. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഫ്രണ്ട്സിന്റെ കൂടെ റെസ്റ്റോറന്റിൽ നിന്ന് ബലമായി കൊണ്ടുവന്നതാ. ആര്? ഓ എന്ത് ഇൻട്രോ. യശ് പൂണ്ട് കൊളയുടെ തിരിഞ്ഞു. തലപോവാതെ നോക്കണേ. റോക്കി, ഗരുഡയെ കൊന്നത് ഇവനാ. ഇരിക്കിരിക്ക്, ഭയവും ഭക്തിയൊക്കെ മനസ്സിലുണ്ടായാ മതി. ഓൾ ആർ വൺ. വിരാട് 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 തട്ടി കളഞ്ഞു. പാവം, ചെറുപ്പത്തിൽ തന്നെ പോയി. പഞ്ചായത്ത് മന്ദിരം സൂപ്പർ ആക്കിയിട്ടുണ്ടല്ലോ. എന്താ എല്ലാരും ഡള്ളായിരിക്കുന്നേ? ഡോണ്ട് വറി, യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. സ്ഥലത്ത് പുതിയതാ, ഫീൽഡിലല്ല. നിങ്ങളുടെ കമ്പനിയുടെ ശസ് വാനോളം ഉയർത്താൻ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ ആശീർവാദം 3 മതി. വെറിറ്റില് വന്നതാണ്. നിന്റെയൊക്കെ അപ്പന്മാര് നന്നായി സമ്പാദിച്ചു, ശരിയാ. പക്ഷെ ഒരു മിസ്റ്റേക്ക് ചെയ്തു. നിന്നെയൊക്കെ ജനിപ്പിച്ചത് എന്റെ തലമുറയിലായിപ്പോയി. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? താൻ അത് പറ. പൊറുപ്പിക്കാൻ. KGF-ല് സേഫ്റ്റിക്ക് പോന്നെ മൊത്തം ഡേഞ്ചർ പാർട്ടീസ് അല്ലേ ചുറ്റും. അതുമല്ല, ഇത്രയും വലിയ കമ്പനി നടത്തിക്കൊണ്ടു പോവാൻ എനിക്കും ഒരു കമ്പനി വേണ്ടേ? എന്റർടൈൻമെന്റ്.
യു ആർ മൈ എന്റർടൈൻമെന്റ് പൊന്നെ. ഏയ്, മതി, നിർത്ത്. എന്താ അഹങ്കാരം നിനക്ക്? ഞാൻ കുറെ നേരെ സഹിക്കുന്നു. നീ രാജാനെ പോലെ വരട്ടാണ്. എന്റെ പെണ്ണിനെ കുറിച്ച് എന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നു. കുറെ ദിവസമായി നീ ഉറക്കവനെ. സൈലന്റ് ആകും തോറും നീ തലക്കേറി നിറങ്ങുമല്ലേ. നിന്റെ യോഗ്യത എന്താടാ? ബോംബെ ഗലികളിൽ ഷൂ പോളിഷ് ചെയ്ത് ചില്ലറ കാശുകൊണ്ട് പിഴച്ചവനാ നീ. അതാ നിന്റെ യോഗ്യത. അന്ന് നിങ്ങൾ എന്നെ തടഞ്ഞതുകൊണ്ടാ ഇന്ന് ഇവൻ നമ്മുടെ മുമ്പിൽ വന്ന് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുന്നത്. Don't touch me. ഓരോരുത്തരെ എവിടെ നിർത്തണം അവിടെ തന്നെ നിർത്തണം. എച്ചിൽ പട്ടിയെ സിംഹാസനത്തിൽ കയറ്റിരുത്തി കളിപ്പിച്ചോണ്ടിരിക്കണം നിങ്ങൾ. ഒരിക്കൽ മിസ്സായതാ, ഇനി മിസ്സാവാൻ ചാൻസ് തരില്ലടാ. അവന്റെ ചാവിന്ന് എന്റെ കൈ കൊണ്ടാ. അവന്റെ ചാവിന്ന് എന്റെ കൈ കൊണ്ടാ. ഓ എന്റെ സീനത്. എവിടെ നിർത്തി? എന്റർടൈൻമെന്റ്. യു ആർ മൈ എന്റർടൈൻമെന്റ് പൊന്നെ. വാ മോളെ, നമുക്ക് പോവാം. അവളെ തൊട്ടു പോകരുത്. എന്തോന്നടാ, പങ്കാളികളല്ലേ നിങ്ങൾ. ഇവരെയൊക്കെ തട്ടിക്കളഞ്ഞ പിന്നെ ഞാൻ ആരുടെ ബിസിനസ് ചെയ്യും? ഗരുഡയെ തീർക്കാൻ ഒരു റോക്കിയെ ഉണ്ടാക്കി. ഈ റോക്കിയെ തീർക്കാൻ ഇനിയൊരു റോക്കി ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കിയ അപ്പനെ അതന്നെ. ഇതിനെല്ലാം ഡയലോഗ് കൊണ്ടാണ്. ഇനി ആരെ കൊണ്ടും അതിനാവേ. One and only peace. ഓക്കെ, അപ്പോ നമ്മള് അതിന്റെ ഇൻട്രോ ആയിട്ട് നല്ല രസമുണ്ട്. ഇത് ഒരു പ്രാവശ്യം കണ്ടാലും മതിയാവാത്തൊരു സിനിമയായിരുന്നു തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി സീനാണ് നമുക്ക് ഇനി അടുത്ത ദിവസം നിങ്ങൾ റിയാക്ട് ചെയ്യാം. എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ വീഡിയോ ഒക്കെ നല്ല ലെങ്തായി. അപ്പൊ ഇത് കോപ്പറേറ്റ് ഇട്ടോ എനിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ക്ലെയിം ചെയ്തിട്ടൊക്കെ വേണം എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇടണം. എല്ലാവർക്കും ബൈ.